ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കമ്പ്യൂട്ടർ പാഠപുസ്തകത്തിലെ 10ാമത്തെ അധ്യായമായ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളുടെ ശൃംഖല എന്ന പാഠഭാഗത്തുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ്, SMS-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. അടുത്ത, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ഇൻ്റർനെറ്റ് സേവന ദാതാക്കൾ ഏതൊക്കെയാണ്? BSNL, ജിയോ, എയർടെൽ, VI. പലതരം സിഗ്നലുകളും കൺവേർട്ടറുകളും. ഇതാണ് മീഡിയ കൺവേർട്ടർ. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ഡിജിറ്റൽ രൂപത്തിലാണ്. ഈ ഡിജിറ്റൽ സിഗ്നലുകൾക്ക് ശോഷണം സംഭവിക്കാതെ പ്രേഷണ മാധ്യമങ്ങളിലൂടെ അധിക ദൂരം സഞ്ചരിക്കാനാവില്ല. അതിനാൽ ഡിജിറ്റൽ സിഗ്നലുകളെ മറ്റ് രൂപങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ മാറ്റുന്നതിനുള്ള ഉപകരണങ്ങളാണ് മീഡിയ കൺവേർട്ടറുകൾ. അടുത്തത്, പങ്കുവയ്ക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫയലുകൾ ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് പങ്കുവയ്ക്കാൻ സാധിക്കും. പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചാൽ പോലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓൺലൈൻ മീറ്റിങ്ങുകളിൽ കാണുന്ന പോലെ ശബ്ദം, ദൃശ്യവും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും പങ്കുവയ്ക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാം. ഇതാണ് UTP കേബിൾ. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും. UTP കേബിളിൻ്റെ പൂർണ്ണരൂപം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് മനസ്സിലാക്കുക. നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിളുകളെ UTP കേബിളുകൾ എന്നാണ് പറയുന്നത്. UTPയുടെ പൂർണ്ണരൂപം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഇവിടെ UTP കേബിളിന് 8 വയറുകളാണ് ഉള്ളത്. അത് 4 ജോഡിയാണ്. ഒരു കടും നിറവും ഉണ്ടാവും. അതേ നിറത്തിലുള്ള വരകളുള്ള ഒരു വെളുത്ത നിറവും ഉണ്ടാവും. അടുത്തത്, UTP കേബിൾ കമ്പ്യൂട്ടറിൽ ഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. കമ്പ്യൂട്ടറിലേക്ക് പുറത്തുനിന്നുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് പോർട്ട്. ഇതാണ് പോർട്ട്. അതായത് UTP കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന കണക്ടർ ജാക്കുകൾ RJ45 എന്ന സാങ്കേതിക നാമത്തിലാണ് അറിയപ്പെടുന്നത്. RJ എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ജാക്കി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. RJ9, RJ11 എന്നിവ പഴയ തരം ടെലിഫോണുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ടത് ഹബ്ബും സ്വിച്ചും. നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്നതിനുള്ള 2 ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്കിലും ഇവ ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്കിൽ വിനിമയം ചെയ്യപ്പെടുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. എന്നാൽ സ്വിച്ചാകട്ടെ ഏത് ഉപകരണത്തിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്കു മാത്രമേ വിവരങ്ങൾ അയക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫലമായി നെറ്റ്വർക്കിലൂടെയുള്ള വിവര വിനിമയത്തിന് കുറയുകയും വിനിമയ വേഗം കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്വിച്ചാണ് കൂടുതലായും ഉപയോഗിക്കുന്നതെന്നും മനസ്സിലാക്കുക.
ഇതും പ്രധാനപ്പെട്ടതാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN. ഒരു കെട്ടിടത്തിനുള്ളിലെയോ ഒരു മുറിക്കുള്ളിലെയോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN. LANൻ്റെ പൂർണ്ണരൂപമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങളുടെ സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതിന് ഉദാഹരണമാണ്. അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, WAN. റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവയിൽ മിക്കതും രാജ്യം മുഴുവൻ അഥവാ രാജ്യത്തിന് പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്നവയാണ്. ഇത്തരത്തിൽ വിശാലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് WAN. WANൻ്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്കാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, PAN. ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ഒരു നെറ്റ്വർക്കാണിത്. സാധാരണയായി വ്യക്തിഗത ഉപകരണങ്ങളെ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ എന്നിവയെ ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളിൽ പൊതുവെ കേബിളുകൾ ഉപയോഗിക്കാറില്ല. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകളാണ് വയർലെസ് നെറ്റ്വർക്കുകൾ. കേബിളിനു പകരം RF തരംഗങ്ങളാണ്. RFൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് വയർലെസ് സാങ്കേതിക വിദ്യ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈഫൈയും ബ്ലൂടൂത്തും. അടുത്ത MAC അഡ്രസ്. കമ്പ്യൂട്ടറുകൾക്കും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാവുന്ന എല്ലാ ഉപകരണങ്ങൾക്കും അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ ആവർത്തിക്കപ്പെടാത്ത ഒരു വിലാസം നൽകിയിട്ടുണ്ടാവും. ഈ വിലാസമാണ് MAC അഡ്രസ്. MACൻ്റെ പൂർണ്ണരൂപം മീഡിയ ആക്സസ് കൺട്രോൾ. ഇതൊക്കെ മക്കൾ വായിച്ച് മനസ്സിലാക്കുക. എന്താണ് IP വിലാസം? ഒരു നെറ്റ്വർക്കിൽ ഓരോ ഉപകരണത്തെയും പരസ്പരം തിരിച്ചറിയുന്നതിനായി നൽകുന്ന വിലാസമാണ് IP വിലാസം. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. നാം ഉപയോഗിക്കുന്ന IPv4 നെറ്റ്വർക്കിൽ ഒരു IP വിലാസം സാധാരണയായി 4 സംഖ്യകളുടെ കൂട്ടമായാണ് കൊടുക്കുന്നത്. ഇവ കുത്തുകൾ ഇട്ട് വേർതിരിക്കുന്നു. ഉദാഹരണം 192, 168, 11. IP അഡ്രസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിച്ചാൽ IPv4 ആണെന്ന് മനസ്സിലാക്കാം. ഈ കൂട്ടത്തിലെ സംഖ്യകൾ 0 മുതൽ 255 വരെയുള്ള 256 സംഖ്യകളിലെ ഒരു സംഖ്യ മാത്രമേ ആകാവൂ എന്ന നിബന്ധന കൂടിയുണ്ട്. നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ. TCP/IP. TCP/IPയുടെ പൂർണ്ണരൂപം TCPയുടെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നതാണ്. IPയുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. സാധാരണ നെറ്റ്വർക്കിലും ഇൻ്റർനെറ്റിലും ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളിലൂടെ വിവരങ്ങൾ വിനിമയം ചെയ്യുന്നത് സംബന്ധിച്ച പൊതുനിയമങ്ങളാണ് TCP/IP. അടുത്തത് SSH, സെക്യൂർ ഷെൽ പ്രോട്ടോക്കോൾ. ഒരു കമ്പ്യൂട്ടറിനെ ദൂരത്തുള്ള മറ്റൊരു കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് തയ്യാറാക്കി വരുന്നത്. അടുത്ത HTTP. HTTPയുടെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നതാണ്. അതുപോലെ തന്നെ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലെ പാനലിൽ, അതായത് ഇവിടെ, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒരു ഐക്കൺ കാണാം. ഇതിനെ NM ആപ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. NM ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാനേജർ ആപ്ലെറ്റ്. IP വിലാസം കണ്ടെത്താൻ ഈ ആപ്ലെറ്റ് ഉപയോഗിക്കാം. IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഒരു കാലത്ത് ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറുകളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. താഴെ പറയുന്ന പട്ടിക നോക്കുക. സ്മാർട്ട് ടെലിവിഷനുകൾ, ചിലതരം ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ,
ഇൻ്റർനെറ്റ് വഴി നിയന്ത്രിക്കാൻ കഴിയുന്ന ബൾബുകൾ, ഫാനുകൾ. ഇവിടെ ചുവടെ നൽകിയവയിൽ IP വിലാസത്തിന് ഉദാഹരണം. ഇവിടെ ഇൻ്റർനെറ്റിലെ ഓരോ ഉപകരണത്തിനും ഒരു അഡ്രസ്സ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും. അതായത് IP വിലാസം ഉണ്ടായിരിക്കും. ഇതിലെ ഓരോ അക്കവും 0 മുതൽ 255 വരെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓപ്ഷൻ D ആണെന്ന് മനസ്സിലാക്കാം. ചുവടെ നൽകിയവയിൽ ഇപ്പോൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതിൻ്റെ ആൻസർ ഹബ്ബ്. ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽപ്പെടാത്തത് മീഡിയ കൺട്രോളറാണ്. ഇത് ഓഡിയോ വീഡിയോ ഫയൽ നിയന്ത്രിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. സ്വിച്ചും റൂട്ടറും ഹബ്ബ് എന്നിവ കമ്പ്യൂട്ടറുകളെയും മറ്റ് ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണമാണ്. അടുത്തത് നൽകിയിരിക്കുന്നവയിൽ IoT ഉപകരണങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അതിൽ USB കേബിളാണ് കൂട്ടത്തിൽപ്പെടാത്തത്. സ്മാർട്ട് ലോക്ക്, സ്മാർട്ട് ടെലിവിഷനുകൾ, വോയിസ് അസിസ്റ്റൻ്റ് ഡിവൈസുകൾ എന്നിവ IoTയിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. IoTയുടെ പൂർണ്ണരൂപം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.